ചോയ്പാട്ടിന് അത് പല രൂപത്തിലിരിക്കാം. ചന്ദനപ്പടി ഇട്ടിരിക്കുക, കുന്തിച്ചിട്ടിരിക്കുക, കാല് നേർപ്പിച്ചിരിക്കുക, ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇരുത്തം. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്നെന്ന് മാത്രം. ചുറ്റോറം ചോദികൾ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കില്ലേ? റൗണ്ട് അടിക്കും. അപ്പൊ സെൻട്രലിൽ ആള് സെൻട്രലിൽ 3-4 പാടായിരിക്കുന്നുണ്ടാവും. അതിലത്തെ ഒരാളിപ്പോ പാടുന്നുള്ളൂ. ഈ ചോയുടെ കൂടെ പാട്ടുകാരനും പിന്നെ വേറെ എന്തുണ്ടാവുക? ചോയുടെ കൂടെ പാട്ടുകാരുണ്ടാവും. പിന്നെ ഒരു പൊറാട്ട പറയും, പൈസ മേടിക്കുന്നത്, ദക്ഷിണ. അതിന് വേറെന്തോ ഒരു പേരും കൂടി ഉണ്ട്. മുണ്ട് തലവിട്ട് പോയിട്ടാണ്, അതാണ് പൊറാട്ട് പൈസ മേടിക്കുന്നത്. അപ്പം അതിൽ മഞ്ഞപ്പാട്ട് വേണം, പൂപ്പാട്ട് വേണം എന്നൊക്കെ ചോദിക്കും. അപ്പം അതിൽ ആ വീട്ടിലേക്ക് ഏതാ പാട്ട് ഇഷ്ടച്ചാൽ പാട്ട് പാടി കൊടുക്കും. ആ പാട്ടിലൊരു മഞ്ഞപ്പാട്ടാ പറഞ്ഞു വെച്ചാൽ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്, മഞ്ചാടി മണി കൊണ്ട് മാണിക്യ കൂടെ നിറഞ്ഞു, അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ. ഇനി പൂപ്പാട്ടാ പറഞ്ഞു വെച്ചാൽ പൂമാനമേ ഒരു രാഗമേഘം എന്താ പറഞ്ഞ അങ്ങോട്ട് പാട്ട് പാടും. അത് പല പാട്ടുകളും പാടാം. അപ്പൊ നമുക്ക് ചോയ്പാട്ട് പാടാം.